ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ മിസ്ഡ് കോൾ, അധ്യായം 14. മറൈൻ ഡ്രൈവിലുള്ള 5 നില കെട്ടിടത്തിൻ്റെ മുൻപിലേക്ക് കാർ ചെന്ന് നിന്നു. നിങ്ങളിറങ്ങ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം, ജോൺ നെല്ലുവേലി പറഞ്ഞു. കാറിൽ നിന്ന് രാജീവും ജെയിംസും ഇറങ്ങി. വണ്ടിയിടാൻ പാർക്കിംഗ് സ്ഥലത്തേക്ക് ജോൺ പോയി. 2ാമത്തെ നിലയിൽ ഒരു സൈൻ ബോർഡ് രാജീവ് കണ്ടു. ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസി. പലതവണ മറൈൻ ഡ്രൈവിലൂടെ കാറോടിച്ചു പോയിട്ടുണ്ടെങ്കിലും ഈ കെട്ടിടത്തിൽ ഇങ്ങനെയൊരു സ്ഥാപനമുണ്ടെന്ന് അപ്പോഴൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാർ പാർക്ക് ചെയ്തിട്ട് ജോൺ വേഗം വന്നു. വാ, നമുക്ക് റാം മോഹനെ കാണാം. ലിഫ്റ്റ് വഴിയാണ് അവർ മുകളിലേക്ക് പോയത്. കൈവരിയുള്ള നീണ്ട വരാന്ത. ആദ്യം ഇൻഷുറൻസ് ഓഫീസ്, 2ാമത് ഡിറ്റക്റ്റീവ് റൂം. റിസപ്ഷനിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവൾ ജോണിനെ കണ്ട് പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് സർ, കുറേ നാളായല്ലോ ഇതുവഴി വന്നിട്ട്. ഇങ്ങോട്ട് വരാറില്ലെങ്കിലും തൻ്റെ ബോസിനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് സ്മിത. ഹൗ ആർ യു? ഫൈൻ സാർ. ഇപ്പോൾ കാണാമോ അദ്ദേഹത്തെ? 1 മിനിറ്റ് സാർ, ഇരിക്കൂ. സന്ദർശകർക്കുള്ള സോഫയിൽ 2 മധ്യവയസ്കർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇൻ്റർകോമിലൂടെ സ്മിത അകത്തേക്ക് വിളിച്ചു. പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അയാൾ മധ്യവയസ്കനോടൊപ്പം വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. സാറിന് ഇനി ചെല്ലാം. രാജീവും ജെയിംസും ഒത്ത് ജോൺ നെല്ലുവേലി വാതിൽ തുറന്ന് റാം മോഹൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. റിവോൾവിംഗ് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അയാൾ അവരെ സ്വീകരിച്ചു. ചാരനിറത്തിലുള്ള സ്യൂട്ട് ധരിച്ച സുമുഖനായ ചെറുപ്പക്കാരനായിരുന്നു റാം മോഹൻ. ഇതാണ് ഞാൻ പറഞ്ഞ രാജീവ്, മറ്റേത് ജെയിംസ്. 2 പേരും എൻ്റെ ഫ്രണ്ട്സ്. ജോൺ അവരെ പരിചയപ്പെടുത്തി. പ്ലീസ് സിറ്റ് ഡൗൺ. ബ്രീഫ് കേസ് മടിയിൽ വെച്ച് രാജീവ് ഇരുന്നു. ലളിതമായി അലങ്കരിച്ച എയർ കണ്ടീഷൻ ചെയ്ത മുറിയായിരുന്നു അത്. മേശപ്പുറത്ത് 2 ഫോണുകൾ. ഫ്ലവർ വേസിൽ കടും ചുവപ്പ് നിറത്തിലുള്ള റോസാപ്പൂക്കൾ. ഫോൺ ചെയ്തപ്പോൾ ജോൺ കാര്യങ്ങളൊക്കെ ചുരുക്കത്തിൽ എന്നോട് പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് മിസ്റ്റർ രാജീവ് മേനോൻ അറിയാൻ ആഗ്രഹിക്കുന്നത്? റാം മോഹൻ നേരെ കാര്യത്തിലേക്ക് കടന്നു. ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കുട്ടിയായിരുന്നു സിത്താര. മോതിരം മാറ്റലും കഴിഞ്ഞതാണ്. കൃത്യസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ചെന്നിരുന്നെങ്കിൽ അവൾ ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നേനെ. എൻ്റെ ഭാഗത്തു നിന്ന് പാളിച്ച പറ്റി. അതിൻ്റെ കുറ്റബോധമുണ്ടെനിക്ക്. രാജീവ് പറഞ്ഞത് മുഴുവൻ റാം മോഹൻ ശ്രദ്ധാപൂർവം കേട്ടു. പിന്നീട് ചോദിച്ചു, എന്താണ് രാജീവിന് അറിയേണ്ടത്? പ്രധാനമായി 3 കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത്. മരിച്ചത് സിത്താര തന്നെയാണോ? ആണെങ്കിൽ ആരാണ് അവളെ? എങ്ങനെയാണ് സംഭവിച്ചത്? രാജീവ് സംസാരിക്കുമ്പോൾ റാം മോഹൻ ചില കാര്യങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. സിത്താരയുടെ ഒരു ഫോട്ടോ വേണം. രാജീവ് ബ്രീഫ് കേസ് തുറന്ന് സിത്താരയുടെ ഒരു ഫോട്ടോ എടുത്ത് റാം മോഹന് കൊടുത്തു. അയാൾ ആവശ്യപ്പെട്ടതനുസരിച്ച് സിത്താരയുടെ മൊബൈൽ നമ്പറും മേൽവിലാസവും തിരുവനന്തപുരത്ത് താമസിച്ച ഗസ്റ്റ് ഹൗസിനെക്കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം രാജീവ് പറഞ്ഞുകൊടുത്തു. തൽക്കാലം ഇത്രയും വിവരങ്ങൾ മതി. നാളെ തന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങും. 3 ദിവസം കഴിഞ്ഞാൽ പ്രിലിമിനറി റിപ്പോർട്ട് തരാൻ കഴിഞ്ഞേക്കും, റാം മോഹൻ പറഞ്ഞു. താങ്ക് യു റാം മോഹൻ. രാജീവ് അയാളുടെ കൈപിടിച്ച് കുലുക്കി. അവർ യാത്ര പറഞ്ഞ് ഇറങ്ങി. സ്മിതയുടെ അടുത്തെത്തി രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ട് അഡ്വാൻസ് ഫീസും അടച്ചിട്ടാണ് അവർ താഴേക്കിറങ്ങിയത്. റാം മോഹൻ്റെ ഏജൻസിയിൽ മിടുക്കരായ ഡിറ്റക്റ്റീവുകളുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അവർ കണ്ടുപിടിക്കും, ജോൺ പറഞ്ഞു. യെസ്, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. രാജീവിന് നേരിയ വിശ്വാസം തോന്നി. പിറ്റേന്ന് ഓഫീസിലിരിക്കുമ്പോൾ അയാളുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. ഇൻസ്പെക്ടർ ജഹാംഗീറാണ് വിളിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്, അയാൾ അറിയിച്ചു. റിപ്പോർട്ടിൽ എന്താണ് സർ പറയുന്നത്? ഉത്കണ്ഠയോടെ രാജീവ് ചോദിച്ചു. ഞാനിപ്പോൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. വൈകുന്നേരം ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വരൂ, ജഹാംഗീർ പറഞ്ഞു. വരാം സർ. വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ രാജീവ് നേരെ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. ഇൻസ്പെക്ടർ ജഹാംഗീർ അപ്പോൾ അവിടെയുണ്ടായിരുന്നു. വരണം, ഇരിക്കൂ, ഇൻസ്പെക്ടർ പറഞ്ഞു. എതിരെയുള്ള കസേരയിൽ രാജീവ് ഇരുന്നു. ഫയൽ തുറന്ന് ഇൻസ്പെക്ടർ എന്തൊക്കെയോ മൗനമായി വായിച്ചു. എന്നിട്ട് തലയുയർത്തി നോക്കി. ഇറ്റ് വാസ് അബ്സല്യൂട്ട് മർഡർ. കഴുത്തു ഞെരിച്ചോ തുണി കഴുത്തിൽ ചുറ്റി മുറുക്കിയോ ആണ് കൊലപ്പെടുത്തിയത്. കഴുത്തിലെ എല്ലുകൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. രാജീവ് മിണ്ടിയില്ല. കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടാണ് ബോഡി കായലിൽ തള്ളിയത്. ശ്വാസകോശത്തിൽ ഒട്ടും വെള്ളം കയറിയിട്ടില്ല. വേറെന്തെങ്കിലും? സെക്ഷൽ ഹരാസ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല. അവൾ കന്യകയായിരുന്നു. ഉച്ചയ്ക്ക് ചപ്പാത്തിയോ അതുപോലെയുള്ള എന്തെങ്കിലും ഗോതമ്പ് ഉപയോഗിച്ചുണ്ടായ ഫുഡാണ് കഴിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് പ്രയോജനപ്പെട്ട ഒരു ഇൻഫർമേഷനും ഇതിലില്ല സർ. രാജീവിന് നിരാശയായി.
യെസ്, പക്ഷേ നിങ്ങളെ ഇക്കാര്യം അറിയിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി. റേപ്പ് നടന്നിട്ടില്ല. ഒരു മോതിരം ഒഴിച്ച് ബാക്കി ഓർണമെൻറ്റ്സ് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. കൊലയാളിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അന്വേഷണത്തിൽ എന്തെങ്കിലും പുതിയതായി അറിയാൻ കഴിഞ്ഞാൽ എന്നെ അറിയിക്കണേ സർ. തീർച്ചയായും. സ്റ്റേഷനിൽ നിന്നിറങ്ങി സിതാരയുടെ വീട്ടിലേക്കാണ് രാജീവ് പോയത്. സാവിത്രി ഓഫീസിൽ പോയി തുടങ്ങിയിരുന്നില്ല. സഹായത്തിന് അകന്ന ബന്ധത്തിൽപ്പെട്ട ശാന്തമ്മ എന്ന സ്ത്രീയെ കിട്ടിയിരുന്നു. എന്തെങ്കിലും വിവരം അറിഞ്ഞോ മോനെ? അയാളെ കണ്ട് സാവിത്രി ചോദിച്ചു. ഇല്ലമ്മേ. ആ ജോൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാനാ എൻ്റെ ആഗ്രഹം. നമ്മുടെ സിതാരയല്ല മരിച്ചത്. കണ്ടാൽ അവളെപ്പോലെ തോന്നിക്കുന്ന വേറെ ഏതോ കുട്ടി. അങ്ങനെയൊരു പെൺകുട്ടിയാണ് മരിച്ചതെങ്കിൽ കാണാതായി എന്ന് പറഞ്ഞ് ആരും ഇതുവരെ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ലമ്മേ. അവൾ വേറെ ഏതെങ്കിലും നാട്ടിലെ കുട്ടിയാണെങ്കിലോ അവിടുത്തെ സ്റ്റേഷനിലല്ലേ പരാതി കൊടുക്കൂ. പക്ഷേ ഞാൻ വിരലിലിട്ട മോതിരമാണല്ലോ അവളുടെ ശരീരത്തു നിന്ന് കിട്ടിയത്. അതിന് മറുപടിയില്ലായിരുന്നു സാവിത്രിക്ക്. വേറൊരാളെ അന്വേഷണത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചത് സിതാരയാണോ വേറെ ഏതെങ്കിലും പെണ്ണാണോ എന്നറിയേണ്ടതാണ് പ്രധാനം. സാവിത്രി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അമ്മ നാളെ മുതൽ ഓഫീസിൽ പോകണം. ഒറ്റയ്ക്കിരുന്നാൽ മനസ്സമാധാനം കിട്ടുകയില്ല, രാജീവ് പറഞ്ഞു. ശരിയാ, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ ഓർമ്മകൾ കുറേയൊക്കെ മാറിപ്പോകും. നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോകാം മോനെ. ശാന്തമ്മ ചായ കൊണ്ടുവന്നു. അത് കുടിച്ചിട്ടാണ് അയാൾ ഫ്ലാറ്റിലേക്ക് പോയത്. ഇൻസ്പെക്ടർ ജഹാംഗീർ പറഞ്ഞ കാര്യങ്ങളാണ് കാർ ഓടിക്കുമ്പോൾ രാജീവിന് ഓർമ്മ വന്നത്. അവൾ കന്യകയായിരുന്നു. അയാളുടെ ഹൃദയം ഒന്ന് തേങ്ങി. കുമാരപുരത്തുള്ള ഇരുനില വീടിൻ്റെ അടഞ്ഞ ഗേറ്റിന് മുൻപിൽ ചെന്ന് കാർ നിന്നു. ജയരാമൻ മൊബൈലെടുത്ത് ദീപ്തിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ഡാഡി, എന്താ ഈ നേരത്തെ ഒരു വിളി? പതിവില്ലാത്തതാണല്ലോ, അവൾ ചോദിച്ചു. അയാൾ വാച്ചിൽ നോക്കി. 12 10 മിനിറ്റ്. വെറുതെ നിന്നെയൊന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വിളിച്ചെന്നേയുള്ളൂ. ശനിയാഴ്ചയല്ലേ, ഇന്ന് ക്ലാസ്സില്ലെന്ന് എനിക്കറിയാമല്ലോ. ഞാനിപ്പോൾ എൻ്റെ റൂമിലാ. അശ്വതി ഇന്ന് രാവിലെ വീട്ടിലേക്ക് പോയി. എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഞാനും അങ്ങ് വന്നേനെ. നീ റൂമിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മുറ്റത്ത് കറുത്ത സെൻ കിടക്കുന്നത് കണ്ടു. ജയരാമൻ ഊറിച്ചിരിച്ചു. ഡാഡി എവിടെയാണിപ്പോൾ? വിശ്വാസം വരാതെ ദീപ്തി ചോദിച്ചു. നീ ഒന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്ക്, അപ്പോൾ കാണാം. പെട്ടെന്ന് ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടു. കയ്യിൽ മൊബൈലുമായി ബാൽക്കണിയിൽ ദീപ്തി പ്രത്യക്ഷപ്പെട്ടു. ഡാഡി, അയാളെ കണ്ട് അവൾ ആഹ്ലാദത്തോടെ കൈവീശിക്കാട്ടി. ഇറങ്ങി വന്ന് ഗേറ്റ് തുറക്കുമോളെ. ദീപ്തി ഓടിയിറങ്ങി വന്നു. അവൾ തിടുക്കത്തിൽ ഗേറ്റിൻ്റെ 2 പാളികളും തുറന്നു വെച്ചു. ഡാഡി, എന്നെ ഇങ്ങനെ പറ്റിക്കണ്ടായിരുന്നു. വരുന്ന കാര്യം എന്താ വിളിച്ചു പറയാതിരുന്നേ? അവൾ പരിഭവം നടിച്ചു. എന്നെയും നീ പറ്റിക്കാറില്ലേ? വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടല്ലേ നീ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വിളിച്ചു പറയാറുള്ളത്? ജയരാമൻ കാറിൽ നിന്നിറങ്ങി. പകരത്തിന് പകരം അല്ലേ? അവൾ ചോദിച്ചു. അതെ. എങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കോംപ്രമൈസിലെത്തിയിരിക്കുന്നു. അവൾ പൊട്ടിച്ചിരിച്ചു. ചിരിച്ചപ്പോൾ അവളുടെ ഇരു ചുമലിലും മുടി നൃത്തം വെച്ചു. സദാശിവൻ നായരില്ലേ ഇവിടെ? വീട്ടിലേക്ക് നോക്കി ജയരാമൻ ചോദിച്ചു. അങ്കിളും ആൻറ്റിയും ഓഫീസിൽ പോയേക്കുമല്ലേ? വൈകുന്നേരത്തെ വരൂ. കോമളം മാത്രമേ ഉള്ളൂ ഇവിടെ. സദാശിവൻ നായരുടെ വീട്ടിലെ മുകളിലത്തെ മുറികളിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയാണ് ദീപ്തിയും അശ്വതിയും. 2 പേരും ഒരേ കോളേജിലാണെങ്കിലും അശ്വതി 1 വർഷം സീനിയറാണ്. സദാശിവൻ നായർ സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറിയാണ്. വൈദ്യുതി ഭവനിലാണ് ഭാര്യ മാലതിക്ക് ജോലി. അവരുടെ ഏക മകൻ അജിത് കാലിഫോർണിയയിൽ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുകയാണ്. ഡാഡി വരൂ. സ്റ്റെയർ കേസ് കയറി അവർ മുറിയിലേക്ക് പോയി. ഡാഡി എന്നെ കാണാൻ വേണ്ടി മാത്രമാണ് തിരുവനന്തപുരം വരെ കാറോടിച്ചു വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേറെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരുന്നോ? ദീപ്തി ചോദിച്ചു. ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നുണയാവും. ടെക്നോ പാർക്കിൽ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് അത് തീർത്തു. മുറിയിലെത്തി അയാൾ ചുറ്റും കണ്ണോടിച്ചു. ഒന്നും വാരി വലിച്ച് ഇട്ടിട്ടില്ലായിരുന്നു. അതതിൻ്റെ സ്ഥാനത്ത് ബുക്കുകളും പുസ്തകങ്ങളും വസ്ത്രങ്ങളും എല്ലാം അടുക്കി വെച്ചിരുന്നു. ഒരു തുണ്ട് കടലാസ് പോലും നിലത്തില്ല. എല്ലാം നല്ല നീറ്റായിരിക്കുന്നല്ലോ. ഈ വൃത്തി എൻ്റെ മോളുടെ എല്ലാ കാര്യങ്ങളിലുമുണ്ടെന്ന് ഡാഡിക്കറിയാം. അയാൾ അവളെ അഭിനന്ദിച്ചു. മമ്മി പഠിപ്പിച്ച ശീലങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. അയാൾ പൊടുന്നനെ നിശബ്ദനായി. ദീപ്തിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് രാഗിണി മരിക്കുന്നത്. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ഞാൻ വന്നത് മോൾക്ക് വേറൊരു സർപ്രൈസുമായിട്ടാണ്. പെട്ടെന്ന് ജയരാമൻ വിഷയം മാറ്റി. എന്താണ് ഡാഡി? അയാൾ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു എയർ ടിക്കറ്റ് എടുത്ത് അവൾക്ക് നീട്ടി.
17-ാം തീയതി കോമ്പറ്റീഷന് മോൾ ഫ്ലൈറ്റിലാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. അവൾ അത് വാങ്ങി അത്ഭുതത്തോടെ നോക്കി. എൻ്റെ ആദ്യത്തെ വിമാനയാത്ര. താങ്ക് യു ഡാഡി. അയാൾ അവളുടെ കവിളിൽ ഉമ്മ വെച്ചു. നമ്മൾ ലഞ്ച് പുറത്തുപോയി കഴിക്കുന്നു. മോൾ വേഗം റെഡിയാകുക, അയാൾ പറഞ്ഞു. എങ്കിൽ ഞാൻ ചെന്ന് കോമളത്തോട് പറഞ്ഞിട്ട് വരാം. അവൾ താഴേക്കോടി. സെർവൻ്റാണ് കോമളം, വെളുത്തു തടിച്ച ഒരു 50-കാരി. ദീപ്തി വേഗം ഡ്രസ്സ് ചെയ്ത് റെഡിയായി. അവളെയും കൊണ്ട് ജയരാമൻ സിറ്റിയിലേക്ക് പോയി. പെട്ടെന്ന് അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നു. നോക്കിയപ്പോൾ മിസ് താര മാധവാണ് വിളിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അയാൾ ആ കോൾ എടുത്തു. യെസ് മാഡം. സിത്താരയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ രാജീവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ ബി കെയർഫുൾ. യെസ് മാഡം. പെട്ടെന്ന് ജയരാമൻ്റെ ഉത്സാഹം നശിച്ചു. പക്ഷേ അയാളത് പുറത്തു പ്രകടിപ്പിച്ചില്ല. ആരാ ഡാഡി വിളിച്ച്? ദീപ്തി ചോദിച്ചു. മിസ് താര മാധവ്, വൺ ഓഫ് അവർ വെരി ഇമ്പോർട്ടൻറ്റ് ക്ലയൻറ്റ്. കോടീശ്വരിയാണ്. പിന്നെ അയാൾ ഒന്നും പറഞ്ഞില്ല. ഒരു ലക്ഷറി ടൂറിസ്റ്റ് ബസ് പോലീസ് സ്റ്റേഷൻ്റെ വെളിയിൽ വന്ന് നിൽക്കുന്നത് ജനാലയിലൂടെ ഇൻസ്പെക്ടർ ജഹാംഗീർ കണ്ടു. പുറത്തു വലിച്ചു കെട്ടിയ ബാനർ കണ്ടപ്പോൾ ഏതോ കോളേജിൽ നിന്ന് ഉല്ലാസയാത്ര പോകുന്ന കുട്ടികളുടെ ബസ്സാണതെന്ന് അയാൾക്ക് മനസ്സിലായി. ബസ്സിൽ നിന്ന് 2 ആൺകുട്ടികളും അധ്യാപകനെന്ന് തോന്നിക്കുന്ന ഒരു മധ്യവയസ്കനും ഇറങ്ങി സ്റ്റേഷനിലേക്ക് കയറി. ഒരു കോൺസ്റ്റബിൾ അവരെ ജഹാംഗീറിൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഒരു ആൺകുട്ടി കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കവർ തൂക്കിയിരുന്നു. സാറിനെ കാണാൻ വന്നതാ ഇവർ, കോൺസ്റ്റബിൾ പറഞ്ഞു. എന്താണ് കാര്യം? ജഹാംഗീർ ചോദിച്ചു. സർ, ഞങ്ങൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എക്സ്കർഷന് പോകുന്നവരാണ്. ഇന്നിവിടെ ബോൾഗാട്ടിയിൽ പോയി കുറച്ച് ബോട്ടിങ്ങും നടത്തി. ആ സമയത്ത് കായലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ലേഡീസ് ബാഗ് മിഥുനു കിട്ടി. അതിൽ ചില സാധനങ്ങളുണ്ട്. ഇവിടെ അത് ഏൽപ്പിച്ചിട്ട് പോകാൻ വന്നതാണ് ഞങ്ങൾ. അധ്യാപകനെന്ന് തോന്നിക്കുന്ന ആളാണ് പറഞ്ഞത്. പെട്ടെന്ന് ജഹാംഗീറിന് താല്പര്യമുണ്ടായി. അയാൾ ആ ബാഗ് വാങ്ങി നോക്കി. വെള്ള നിറത്തിലുള്ള ലെതർ ബാഗായിരുന്നു അത്. ബാഗിൻ്റെ സിബ് തുറന്ന് ഉള്ളടക്കം അയാൾ മേശപ്പുറത്തേക്ക് കുടഞ്ഞിട്ടു. നനവ് വിട്ടുമാറാത്ത ഒരു കർച്ചീഫ്, മണിപ്പേഴ്സ്, മൊബൈൽ ഫോൺ, ഏതോ ക്രീം, ചീപ്പ്, ചെറിയ മുഖക്കണ്ണാടി, മുടിപ്പിന്ന്, നനഞ്ഞു കുതിർന്ന പോക്കറ്റ് ഡയറി എന്നിവ പുറത്തേക്ക് വീണു. ജഹാംഗീർ പേഴ്സെടുത്ത് തുറന്നു നോക്കി. നനഞ്ഞൊട്ടിയ കുറേ 500-ൻ്റെ നോട്ടുകളുണ്ടായിരുന്നു. നനഞ്ഞു കുതിർന്ന് മഷി പടർന്നത് കാരണം പോക്കറ്റ് ഡയറിയിൽ നിന്ന് ഒന്നും വായിച്ചെടുക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പ്രവർത്തനക്ഷമമായിരുന്നില്ല മൊബൈൽ ഫോൺ. ജഹാംഗീർ അത് തുറന്നു നോക്കി. സിം കാർഡ് എടുത്ത് അയാളുടെ ഹാൻഡ്സെറ്റിലിട്ട് നോക്കി. സിം കാർഡിന് കുഴപ്പമൊന്നും പറ്റിയിരുന്നില്ല. നെറ്റ്വർക്കിൻ്റെ ലോഗോ തെളിഞ്ഞു. കുറേ പേരുകളും നമ്പറുകളും ഉണ്ടായിരുന്നു കോൾ രജിസ്റ്ററിൽ. ഇൻബോക്സിൽ ചില മെസ്സേജുകളും. ആദ്യത്തെ മെസ്സേജ് അയാൾ എടുത്തു നോക്കി. സോറി സിത്താര, ഞാനൊരു അർജൻറ്റ് മീറ്റിങ്ങിലാണ്. പകരം എൻ്റെ ഓഫീസിലെ ഷീലയെ വിടുന്നു. പച്ച സാൻഡ്രോ ആണ് അവളുടെ വണ്ടി. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജീവ്. മെസ്സേജിൻ്റെ തീയതിയും സമയവും ജഹാംഗീർ നോക്കി. സിത്താര ചെന്നൈ മെയിലിൽ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നതിന് 10 മിനിറ്റ് മുൻപ് അയച്ച മെസ്സേജായിരുന്നു അത്. സിത്താരയെ സ്വീകരിക്കാൻ പച്ച സാൻഡ്രോ കാറിൽ ഷീലയെന്ന സ്ത്രീയെ രഹസ്യമായി വിട്ടിട്ടാണ് അയാൾ ഒന്നും അറിയാത്ത മട്ടിൽ. ജഹാംഗീർ പല്ലുകൾ ഞെരിച്ചു. അധ്യായം 15. ഓഫീസിൽ ഒരു മീറ്റിംഗിലായിരിക്കുമ്പോഴാണ് രാജീവിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. സൈലന്റ് മോഡിലിട്ട് മേശപ്പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു അത്. അത് പ്രകാശിച്ചത് കണ്ട് അയാൾ എടുത്തു നോക്കി. ബോൺ ഡിറ്റക്റ്റീവ് ഏജൻസിയിലെ റാം മോഹനായിരുന്നു വിളിച്ചത്. സിത്താരയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിക്കാണുമെന്ന് രാജീവിന് മനസ്സിലായി. മീറ്റിംഗ് ആണെന്നും അല്പനേരം കഴിഞ്ഞ് വിളിക്കാമെന്നും അപ്പോൾ തന്നെ അയാൾ റാം മോഹന് ഒരു മെസ്സേജ് കൊടുത്തു. അരമണിക്കൂർ എടുത്തു കോൺഫറൻസ് തീരാൻ. അപ്പോൾ തന്നെ അയാൾ റാം മോഹനെ വിളിച്ചു. മിസ്റ്റർ രാജീവ്, പ്രൈമറി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് തരുന്നതിനു വേണ്ടിയാണ് വിളിച്ചത്. താങ്കൾ ഫ്രീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, റാം മോഹൻ പറഞ്ഞു. ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ നിന്ന് ആരെങ്കിലും വരുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് രാജീവിന് തോന്നി. ഞാൻ അങ്ങോട്ട് വരാം റാം മോഹൻ, ടൈം പറഞ്ഞാൽ മതി. എങ്കിൽ ഇപ്പോൾ തന്നെ വന്നോളൂ. രാജീവ് വാച്ചിൽ നോക്കി. 12:40 ലഞ്ച് ടൈം ആയിരുന്നു. റാം മോഹനെ കണ്ടതിന് ശേഷം ഭക്ഷണം കഴിച്ചാൽ മതി. കാറെടുത്ത് രാജീവ് അപ്പോൾ തന്നെ മറൈൻ ഡ്രൈവിലേക്ക് പുറപ്പെട്ടു. ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ റാം മോഹൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രാജീവ് ഇരിക്കൂ. അയാളുടെ മേശയുടെ എതിർവശത്തുണ്ടായിരുന്ന കസേരകളിലൊന്നിൽ രാജീവ് ഇരുന്നു. മരിച്ചത് സിത്താര തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഏപ്രിൽ 19-ാം തീയതി ഉച്ചയ്ക്ക് 2:30 പുറപ്പെട്ട ചെന്നൈ മെയിലിൽ സിത്താര ഉണ്ടായിരുന്നു. 7:45 എറണാകുളം ടൗൺ സ്റ്റേഷനിൽ വണ്ടി എത്തിയപ്പോൾ അവൾ അവിടെ ഇറങ്ങിയിട്ടുമുണ്ട്.
എങ്ങനെ മനസ്സിലായി അക്കാര്യം? രാജീവ് ചോദിച്ചു. അന്നത്തെ ചെന്നൈ മെയിലിൻ്റെ S7 കോച്ചിൻ്റെ ചാർജ് ടിക്കറ്റ് എക്സാമിനർ ബിന്നി ജോർജിനായിരുന്നു. ആ കോച്ചിൽ സിതാര ഉണ്ടായിരുന്നു. അവളുടെ ഫോട്ടോ കാണിച്ചപ്പോൾ അയാൾ തിരിച്ചറിഞ്ഞു. അത് ശരിയായിരിക്കണമെന്നില്ല റാംമോഹൻ. എത്രയോ യാത്രക്കാരെ അയാൾ ദിവസവും ട്രെയിനിൽ വെച്ച് കാണാറില്ലേ? സിതാരയുടെ മുഖം കൃത്യമായി ഓർത്തിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. സിതാര ആ വണ്ടിയിൽ കയറിയിട്ടില്ലായിരുന്നു എന്ന് വിശ്വസിക്കാനായിരുന്നു അയാളുടെ ആഗ്രഹം. അല്ല രാജീവ്, വെളുപ്പിൽ കറുത്ത പ്രിൻ്റുള്ള ചുരിദാറായിരുന്നു സിതാരയുടെ വേഷം. അതേ മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ചുരിദാർ ബിന്നിയുടെ വൈഫിനുമുണ്ട്. അതുകൊണ്ടാണ് അയാൾ സിതാരയെ ശ്രദ്ധിച്ചത്. കായലിൽ നിന്ന് കിട്ടിയ മൃതദേഹത്തിൻ്റെ വേഷവും കറുത്ത പൂക്കളുടെ പ്രിൻ്റുള്ള ചുരിദാറായിരുന്നു. തന്നെയുമല്ല, എറണാകുളത്ത് വണ്ടി എപ്പോഴെത്തുമെന്ന് പിറവം റോഡ് കഴിഞ്ഞപ്പോൾ അവൾ ബിന്നിയോട് ചോദിക്കുകയും ചെയ്തു. രാജീവിൻ്റെ നേരിയ പ്രതീക്ഷയും അതോടെ തകർന്നു. കൊല്ലപ്പെട്ടത് സിതാര തന്നെയാണ്. പക്ഷേ ആരാണ് അവളെ അപായപ്പെടുത്തിയത്? എന്തിനു വേണ്ടി? റാംമോഹൻ, മരിച്ചത് സിതാര തന്നെയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആരാണ് അത് ചെയ്തത്? എന്തിനു വേണ്ടി? നിങ്ങൾക്ക് അക്കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ? ഉത്കണ്ഠയോടെ അയാൾ ചോദിച്ചു. ശ്രമിക്കാം, പക്ഷേ അതിന് കുറേ സമയമെടുക്കും. സിതാരയ്ക്ക് ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? താങ്കൾ അവളെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും നിരാശയുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ വിശദമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. രാജീവ് പിന്നെ അധിക നേരം അവിടെ ഇരുന്നില്ല. അയാൾ തിരിച്ചു വരുന്ന വഴി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് മൈസ്കർ മിൽസിൻ്റെ ഓഫീസിലേക്ക് പോയി. സീറ്റിൽ ചെന്നിട്ട് ഇമെയിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചത്. ഫോണെടുത്ത് നോക്കിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. സിതാരയുടെ മൊബൈൽ നമ്പറായിരുന്നു അത്. ഹലോ സിതാര, അയാൾ അലറി വിളിച്ചു. പക്ഷെ മറുപടി കിട്ടിയില്ല. എങ്കിലും ഇടതടവില്ലാതെ വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ഒച്ച പശ്ചാത്തലത്തിൽ അയാൾ കേട്ടു. സിതാര, നീ എവിടെയാണ്? എന്തെങ്കിലും അപകടം പറ്റിയോ നിനക്ക്? നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ സിതാര? എന്താ ഒന്നും മിണ്ടാത്തത്? പെട്ടെന്ന് കോൾ കട്ടായി. ഉടൻ തന്നെ ആ നമ്പറിലേക്ക് രാജീവ് വിളിച്ചു. റിംഗ് ബാക്ക്ടോണായി മുഹമ്മദ് റാഫി പാടിയ ആ പഴയ പാട്ട് കേട്ടപ്പോൾ അയാളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. പക്ഷേ ഫോൺ ആരും എടുത്തില്ല. വീണ്ടും വീണ്ടും അയാൾ ആ നമ്പറിലേക്ക് തിടുക്കത്തിൽ വിളിച്ചു. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന അറിയിപ്പ് ഒടുവിൽ കിട്ടി. അയാൾ നിരാശയോടെ കസേരയിലേക്ക് ചാരിയിരുന്നു. പക്ഷേ പെട്ടെന്ന് ഫോണെടുത്ത് ജോൺ നെല്ലുവേലിയെ വിളിച്ചു. ജോൺ, സിതാര മരിച്ചിട്ടില്ല. ഇപ്പം അവളെന്നെ വിളിച്ചിരുന്നു. അയാൾ ആവേശത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ രാജീവ്, മരിച്ചത് വേറെ ഏതോ പെണ്ണാണ്. എന്തു പറഞ്ഞു സിതാര? അവൾ എവിടെയാണിപ്പോൾ? എന്താണ് സംഭവിച്ചത്? തുടരെ തുടരെ ജോണിൻ്റെ ചോദ്യങ്ങൾ വന്നു. അവൾ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ലൈൻ കട്ടായി. അവൾ എന്തോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ ഫോണിൽ നിന്ന് വിളിവന്ന കാര്യം ഇൻസ്പെക്ടറെ അറിയിക്കണ്ടേ? രാജീവ് ചോദിച്ചു. പറയണം. ഞാൻ ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ ദിലീപ് വർമ്മയെ ഒരു ഫ്രണ്ടിൻ്റെ പാർട്ടിയിൽ വെച്ച് കണ്ടിരുന്നു. അദ്ദേഹത്തോട് സിതാരയുടെ മിസ്സിങ്ങിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഹി വിൽ ഹെൽപ്പ് അസ്. ഇക്കാര്യം ഞാൻ വിളിച്ചു പറയാം. ഈ വിളി ഒരു തുമ്പായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ പിടിച്ച് നമുക്ക് അവളെ ട്രേസ് ചെയ്യാം. ജോൺ ഫോൺ വെച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ ജഹാംഗീർ വാതിൽ തുറന്ന് രാജീവിൻ്റെ മുറിയിലേക്ക് കയറി വന്നു. ഗൗരവഭാവത്തിലായിരുന്നു അയാൾ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. സാറിനെ വിളിക്കാനിരിക്കുകയായിരുന്നു ഞാൻ. ഒരു പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടായി. സിതാരയുടെ മൊബൈലിൽ നിന്ന് കുറച്ചു മുൻപേ എനിക്കൊരു കോൾ വന്നു. ഓ, അവൾ എന്തു പറഞ്ഞു? പരിഹാസത്തോടെ ജഹാംഗീർ ചോദിച്ചു. ഒന്നും പറയാൻ സാധിച്ചില്ല. അതിനു മുൻപ് കട്ടായി. അവൾ മരിച്ചിട്ടില്ല സാർ, ഉറപ്പാണ്. രാജീവിൻ്റെ കണ്ണുകളിൽ പുതിയ പ്രതീക്ഷ മിന്നി. ജഹാംഗീർ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ആരുടേതാണ് പച്ച സാൻഡ്രോ കാർ? പെട്ടെന്ന് ജഹാംഗീർ ചോദിച്ചു. പച്ച സാൻഡ്രോ കാറോ? എനിക്കറിയില്ല സാർ. രാജീവിന് മനസ്സിലായില്ല. സിതാരയെ കാണാതായ അന്ന് രാത്രിയിൽ അവളെ റിസീവ് ചെയ്യാൻ എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് ഒരു പച്ച സാൻഡ്രോ കാർ നിങ്ങൾ വിട്ടിരുന്നില്ലേ? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഷീലയെ. രാജീവ് അയാളെ പകച്ചു നോക്കി. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഷീല എന്നു പേരുള്ള ആരും ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഷീല എന്നത് കള്ളപ്പേരായിരിക്കുമെന്ന് ആദ്യം തന്നെ എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് റിസപ്ഷനിൽ ചോദിച്ച് സംശയം തീർത്തിട്ടാണ് നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നത്. സത്യത്തിൽ ആരാണ് ഈ ഷീല? എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇൻസ്പെക്ടർ ജഹാംഗീർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് രാജീവിന് തോന്നി. എനിക്ക് ഷീല എന്നൊരാളെ അറിയില്ല സാർ. സിതാരയെ റിസീവ് ചെയ്യാൻ ആരെയും ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടിട്ടുമില്ല. ജഹാംഗീർ താടിയൊന്ന് ചൊറിഞ്ഞു. ഓക്കെ, കം വിത്ത് മീ. നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം. അവിടെ വെച്ച് ഞാൻ ചില കാര്യങ്ങൾ അറിയിക്കാം. എന്തോ അപകടം തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും
അയാൾ ജഹാംഗീറിൻ്റെ ഒപ്പം പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറായി. അതിനു മുൻപ് ഫൈനാൻസ് മാനേജർ വേണുഗോപാലിൻ്റെ മുറിയിൽ ചെന്ന് രാജീവ് വിവരമറിയിച്ചു. ചെന്നിട്ട് വിളിക്കണം രാജീവ്. യെസ് സർ. പോലീസ് സ്റ്റേഷനിലെത്തും വരെ ജഹാംഗീറോ രാജീവോ ഒന്നും സംസാരിച്ചില്ല. സ്റ്റേഷനിൽ ചെന്നപ്പോൾ തൻ്റെ മുറിയിലേക്ക് രാജീവിനെ ഇൻസ്പെക്ടർ കൂട്ടിക്കൊണ്ടുപോയി. മേശവലിപ്പിനുള്ളിൽ നിന്ന് ഒരു മൊബൈൽ ഹാൻഡ്സെറ്റ് എടുത്ത് അയാൾ രാജീവിന് കൊടുത്തു. ഇത് മുൻപ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതുപോലെയൊന്നാണ് സിതാരയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ കേട്ടോ, സിതാരയുടെ മൊബൈലാണിത്. രാജീവ് ഞെട്ടി. ചില പോലീസുകാർ ഭാഗ്യം ചെയ്തവരാണ്. തെളിവുകൾ അവരെ തേടിയെത്തും. ജഹാംഗീർ അത് തിരികെ വാങ്ങി. സിതാരയെ വിളിക്ക്, അയാൾ ആവശ്യപ്പെട്ടു. രാജീവ് മൊബൈലെടുത്ത് സിതാരയുടെ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചു. ജഹാംഗീറിൻ്റെ കയ്യിലിരുന്ന മൊബൈൽ പെട്ടെന്ന് സംഗീതം പൊഴിക്കാൻ തുടങ്ങി. സാറിനിതെവിടെ നിന്ന് കിട്ടി? ഉദ്വേഗത്തോടെ രാജീവ് ചോദിച്ചു. സിതാര എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരുന്ന ആ ദിവസം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് സിതാരയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. നോക്ക്. ഇൻബോക്സിൽ നിന്ന് ആ മെസ്സേജ് എടുത്ത് അയാൾ രാജീവിനെ കാണിച്ചു. സോറി സിതാര, ഞാനൊരു അർജൻറ്റ് മീറ്റിങ്ങിലാണ്. പകരം എൻ്റെ ഓഫീസിലെ ഷീലയെ വിടുന്നു. പച്ച സാൻഡ്രോയാണ് അവളുടെ വണ്ടി. വിശ്വാസം വരാതെ രാജീവ് മെസ്സേജ് 2 തവണ വായിച്ചു. ഷീല എന്ന പേരിൽ സാൻഡ്രോ കാറിൽ ഒരു സ്ത്രീയെ വിട്ട് നിങ്ങൾ സിതാരയെ ഏതോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവളെ കൊലപ്പെടുത്തി കായലിൽ തള്ളി. എന്തിന്? ചാട്ടുള്ളി പോലെയാണ് ആ ചോദ്യം രാജീവിൻ്റെ നേർക്ക് ചെന്നത്. ഞാനിങ്ങനൊരു മെസ്സേജ് സിതാരയ്ക്ക് അയച്ചിട്ടില്ല സർ. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അയച്ചിട്ടില്ല. അത് പറഞ്ഞു തീരും മുൻപേ ജഹാംഗീർ മുഷ്ടി ചുരുട്ടി അയാളുടെ ബെൽറ്റിന് താഴെ ആഞ്ഞടിച്ചു. അമ്മേ! ഓർക്കപ്പുറത്തുള്ള ഇടിയിൽ രാജീവ് വിളിച്ചുപോയി. അടിവയറ്റിൽ നിന്ന് ഒരു വേദന ശിരസ് വരെ പാഞ്ഞു. വിവാഹം കഴിക്കാൻ മോതിരമിട്ട പെണ്ണിനെ നീ എന്തിനാണ് കഴുത്ത് ഞെരിച്ച് കൊന്നത്? മാനസിക രോഗിയാണോ നീ? അതോ വേറൊരുത്തിയെ കെട്ടാനാണോ നീ അവളെ? വീണ്ടും വീണ്ടും ജഹാംഗീറിൻ്റെ മുഷ്ടികൾ അയാളുടെ ദേഹത്തേക്ക് പതിച്ചു. നിലതെറ്റി നിലത്തേക്ക് വീണ രാജീവിനെ ജഹാംഗീർ വലിച്ചിഴച്ച് ലോക്കപ്പ് മുറിയിലേക്ക് കൊണ്ടുപോയി. ലോക്കപ്പിൻ്റെ ഇരുമ്പുവാതിലടഞ്ഞു. പെട്ടെന്ന് ജഹാംഗീറിൻ്റെ മൊബൈൽ ഫോൺ ബെല്ലടിച്ചു. അയാൾ അതെടുത്തു നോക്കി. സിറ്റി പോലീസ് കമ്മീഷണർ ദിലീപ് വർമ്മയുടെ കോളായിരുന്നു അത്. സർ, ഭവിതയോടെ ജഹാംഗീർ പറഞ്ഞു. വേർ ആർ യു നൗ? ആജ്ഞാസ്വരത്തിൽ വർമ്മ ചോദിച്ചു. സ്റ്റേഷനിലാണ് സർ. നിങ്ങൾ മിസ്റ്റർ രാജീവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? ഉവ്വ് സർ. സിതാര എന്നൊരു പെൺകുട്ടിയുടെ മർഡറുമായി ബന്ധപ്പെട്ട്. ഡു യു ഹാവ് എനി എവിഡൻസ്? യെസ് സർ. കൊല്ലപ്പെട്ട കുട്ടിയുടെ മൊബൈലിലേക്ക് ഇവൻ്റെ മൊബൈലിൽ നിന്ന് ഒരു മെസ്സേജ് പോയിട്ടുണ്ട് സർ. അത് മാത്രം മതി എവിഡൻസ് ആയിട്ട്. ഓക്കെ, ഡോണ്ട് ടച്ച് ഹിം ടിൽ ഐ കം. ജഹാംഗീർ തലതിരിച്ച് പുച്ഛത്തോടെ രാജീവിനെ നോക്കി. എഴുന്നേറ്റ് ലോക്കപ്പിൻ്റെ ഭിത്തിയിൽ ചാരി തളർച്ചയോടെ നിൽക്കുകയായിരുന്നു അയാൾ. യെസ് സർ, ജഹാംഗീർ പറഞ്ഞു. ഫോൺ വെച്ചിട്ട് ദിലീപ് വർമ്മ മുഖം തിരിച്ചു. ജോൺ നെല്ലുവേലിയെ ഒന്ന് നോക്കി. ഡോണ്ട് വറി, വി വിൽ ടേക്ക് കെയർ ഓഫ് ഹിം. താങ്ക് യു സർ. രാജീവിൻ്റെ ഓഫീസിൽ നിന്ന് മിസ്റ്റർ വേണുഗോപാലാണ് ഇക്കാര്യം വിളിച്ചു പറഞ്ഞത്. ആ ഇൻസ്പെക്ടറുടെ പെരുമാറ്റം ഇത്തിരി ഡൗട്ട്ഫുള്ളായിരുന്നു. അതുകൊണ്ടാണ്. ഇൻസ്പെക്ടർ ജഹാംഗീർ നല്ല ഒരു പോലീസ് ഓഫീസറാണ്. ബട്ട് ഹീ ഈസ് ബിറ്റ് അഗ്രസീവ്. അത്രയുള്ളൂ. ജോൺ പോയിക്കോളൂ. ജോൺ നെല്ലുവേലി തൃപ്തിയോടെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നിറങ്ങിയത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദിലീപ് വർമ്മയുടെ ഓഫീസ് കാർ ടൗൺ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അദ്ദേഹം ചെന്നപ്പോൾ ജഹാംഗീർ സ്റ്റേഷനിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ട് അയാൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തു. എന്താണ് രാജീവ് മേനോനെതിരെ നിങ്ങൾക്ക് കിട്ടിയ എവിഡൻസ്? വർമ്മ ചോദിച്ചു. സിതാരയുടെ മൊബൈൽ എടുത്ത് ഇൻബോക്സിലെ മെസ്സേജ് അയാൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ആ SMS-ൻ്റെ ഡേറ്റും ടൈമും സാർ ശ്രദ്ധിച്ചു നോക്കണം. എറണാകുളം ടൗൺ സ്റ്റേഷനിൽ ചെന്നൈ മെയിലിൽ എത്തിച്ചേരുന്നതിന് അല്പം മുൻപാണ്. മെസ്സേജ് വായിച്ച ദിലീപ് വർമ്മയുടെ നെറ്റി ചുളിഞ്ഞു. ഇൻസ്പെക്ടറുടെ സംശയം അസ്ഥാനത്തല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അയാളെവിടെ? ജഹാംഗീർ ചെന്ന് രാജീവിനെ കൂട്ടിക്കൊണ്ടുവന്നു. ദിലീപ് വർമ്മ അയാളെ അടിമുടി ഒന്ന് നോക്കി. ഇടിയേറ്റ് അയാളുടെ കണ്ണ് കലങ്ങി ചുവന്നിരുന്നു. കീഴ്ചുണ്ട് മുറിഞ്ഞ് മുടി അലങ്കോലപ്പെട്ട് ഷർട്ടിലും പാൻസിലും ചെളിയായി. മിസ്റ്റർ രാജീവ്, കിട്ടിയ തെളിവ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ കുറ്റവാളിയാണ്. ഇങ്ങനൊരു മെസ്സേജ് മരിച്ച കുട്ടിയുടെ മൊബൈലിലേക്ക് നിങ്ങൾ അയച്ചിരുന്നോ? വർമ്മ ശാന്തസ്വരത്തിൽ ചോദിച്ചു. ഇല്ല സർ, സിതാരയ്ക്ക് ഞാനന്ന് അങ്ങനെയൊരു മെസ്സേജ് അയച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മൊബൈലിൽ നിന്നാണ് ഇത് പോയിട്ടുള്ളത്. അക്കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? രാജീവിന് മറുപടി ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ മൊബൈൽ മറ്റാരെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? വർമ്മ വീണ്ടും ചോദിച്ചു. ഇല്ല. അന്ന് വൈകുന്നേരം സകല സമയത്തും മൊബൈൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നോ? രാജീവ് ഒന്ന് ഓർത്തു നോക്കി. പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ഒരു ഓർമ്മ മിന്നി.
അന്ന് മേജർ ജയരാമൻ അയാളെ കാണാൻ ഓഫീസിൽ വന്നിരുന്നു. ലൗഡ് സ്പീക്കറിലൂടെ ഡൽഹി ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. പെട്ടെന്ന് മേജർ ജയരാമനും ദീപ്തിയും എഴുന്നേറ്റു. ഞാൻ പോയി വരട്ടെ ഡാഡി? അയാൾ ചോദിച്ചു. പോയിട്ട് വാ മോളെ, ഫസ്റ്റ് പ്രൈസുമായിട്ട് തന്നെ നീ തിരിച്ചു വരും, എനിക്കുറപ്പുണ്ട്, ജയരാമൻ പറഞ്ഞു. താങ്ക് യു ഡാഡി. അവൾ പെട്ടെന്ന് അയാളുടെ പാദം തൊട്ട് വന്നിച്ചു. വിരലുകൾ കണ്ണിൽ ചേർത്തു. ജയരാമൻ്റെ ഹൃദയം ഒന്ന് ഇടറി. ദീപ്തി ഡിപ്പാർച്ചർ ലോഞ്ചിലേക്ക് പോകുന്നത് നോക്കി അയാൾ നിന്നു. അവൾ മെല്ലെ യാത്രക്കാരുടെ ഇടയിൽ മറിഞ്ഞു. ഡൽഹിക്കുള്ള ബോയിങ് വിമാനം വന്നു കിടപ്പുണ്ടായിരുന്നു. ജയരാമൻ പാർക്കിംഗ് സ്ഥലത്തേക്ക് നടന്നു. അപ്പോൾ അയാളുടെ മൊബൈൽ ബെല്ലടിച്ചു. എടുത്തു നോക്കിയപ്പോൾ താരാ മാധവാണ്. ഹലോ, മേജർ ഇപ്പോൾ എവിടെയാണ്? പ്രസന്നമായ സ്വരത്തിൽ അവൾ ചോദിച്ചു. എയർപോർട്ടിലാണ്. മോളിന്ന് ഡൽഹിക്ക് പോകുന്നു. അവളെ സീ ഓഫ് ചെയ്യാൻ. ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. എന്താണ് താര? രാജീവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്തിന്? ജയരാമന് മനസ്സിലായില്ല. അവളെ കൊലപ്പെടുത്തിയത് രാജീവാണെന്നാണ് പോലീസിന്റെ സംശയം. ഇൻസ്പെക്ടർ ജഹാംഗീർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം. സിറ്റി പോലീസ് കമ്മീഷണർ ഇതിലിടപെട്ടിരിക്കുന്നു. ഇനി എന്തായിരിക്കുമെന്ന് ഒരു പിടിയുമില്ല. അതിനെന്തിനാ താര പേടിക്കുന്നത്? നിസ്സാരം മട്ടിൽ ജയരാമൻ ചോദിച്ചു. എനിക്ക് പേടിയില്ല. പക്ഷേ രാജീവിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. ഞാനാണ് കേസിൽ നിന്ന് അയാളെ ഊരിയെടുത്തതെന്നറിയുമ്പോൾ അയാൾ പിന്നെ ജീവിതകാലം മുഴുവൻ എൻ്റെ അടിമയായിരിക്കും. ചെവി തുളച്ചു കയറുന്ന ഉച്ചത്തിൽ താരാമാധവ് പൊട്ടിച്ചിരിച്ചു. പതയുന്ന വീഞ്ഞിൻ്റെ ലഹരിയായിരുന്നു അവളുടെ ചിരിക്ക്. അവനെ പോലീസ് പ്രതിയാക്കുന്നതാണ് താര. നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. ഒരു ഇരയെ കിട്ടിയാൽ അവർ അടങ്ങും. ആ ഫയൽ ക്ലോസ് ചെയ്യും. നമുക്ക് പിന്നെ പേടിക്കേണ്ടി വരില്ല. രാജീവിനെ എനിക്ക് വേണം മേജർ. അതിനുവേണ്ടി ചില നഷ്ടങ്ങൾ സഹിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. പിന്നെ വിളിക്കാം. ബൈ. ജയരാമൻ മെല്ലെ മൊബൈൽ പോക്കറ്റിലിട്ടു. ഡൽഹി ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് പറന്നു വരുന്നത് കാണാൻ അയാൾ കാത്തുനിന്നില്ല. കാറെടുത്ത് അയാൾ കൊച്ചിയിലേക്ക് തിരിച്ചു. സിറ്റിയിലെത്തിയപ്പോൾ ഓഫീസിലേക്ക് പോകാൻ അയാൾക്ക് തോന്നിയില്ല. വീട്ടിൽ ചെന്ന് അയാൾ ഒരു വിസ്കി പകർന്ന് അല്പാൽപമായി കഴിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. അയാൾ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് ഇൻസ്പെക്ടർ ജഹാംഗീർ അക്ഷമയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട് ജയരാമൻ ഞെട്ടി. അധ്യായം 16. മിസ്റ്റർ ജയരാമൻ, ഇൻസ്പെക്ടർ ജഹാംഗീർ ഗൗരവഭാവത്തിൽ ചോദിച്ചു. യെസ്. ജയരാമൻ പരിഭ്രമം പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചു. വാർണർ ടെക്നോളജീസിൽ വർക്ക് ചെയ്തിരുന്ന മിസ് സിതാര നായരുടെ മർഡറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാനാണ് ഞാൻ വന്നത്. സർ, പ്ലീസ് കമിൻ. അയാൾ ക്ഷണിച്ചു. ജഹാംഗീർ ഡ്രോയിങ് റൂമിലേക്ക് കയറി. ആർഭാടമായി ഒരുക്കിയിരുന്ന ആ വിശാലമായ സ്വീകരണ മുറി മുഴുവൻ അയാൾ ഒന്ന് കണ്ണോടിച്ചു. ഇരിക്കൂ സർ, ജയരാമൻ ഉപചാരത്തോടെ പറഞ്ഞു. പതുപതുത്ത സിംഗിൾ സെറ്റിയിൽ ജഹാംഗീർ ഇരുന്നു. നിങ്ങളും ഇരിക്കൂ. എതിർവശത്തുണ്ടായിരുന്ന സെറ്റ് ചൂണ്ടിക്കാട്ടി അയാൾ ജയരാമന് നിർദ്ദേശം കൊടുത്തു. ജയരാമനും ഇരുന്നു. ഇൻഡോ അമേരിക്കൻ കമ്പ്യൂട്ടേഴ്സിൽ പേഴ്സണൽ മാനേജറാണ് നിങ്ങൾ അല്ലേ? ജഹാംഗീർ ചോദിച്ചു. അതെ. ഭാര്യ മരിച്ചു. ഒരു മകൾ മാത്രമേയുള്ളൂ. യെസ്. മകൾ ദീപ്തി തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. അയാൾ തലകുലുക്കി. ഇത്രയും എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഇനി അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. കൃത്യമായ മറുപടി തന്നാൽ നമുക്ക് രണ്ടുപേർക്കും സമയം ലാഭിക്കാം. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ചോദ്യം ചെയ്യൽ അവിടെ വെച്ചായിരിക്കും. ഭീഷണിയുടെ നേർത്ത അടിയൊഴുക്കുണ്ടായിരുന്നു ജഹാംഗീറിൻ്റെ വാക്കുകളിൽ. ജയരാമൻ ഒന്ന് ചിരിച്ചു. പക്ഷേ അതൊരു വിളറിയ ചിരിയായിരുന്നു. ഞാനെന്തിന് കൃത്യമല്ലാത്ത മറുപടി പറയണം? സർ ചോദിക്കൂ. കൊല്ലപ്പെട്ട സിതാരയുമായി നിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നോ? ഉവ്വ്. എങ്ങനെയായിരുന്നു പരിചയം? സിതാര സമർത്ഥയായ ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണലായിരുന്നു. അവളുടെ സേവനം കിട്ടാൻ ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി അവളുമായി നെഗോഷിയേറ്റ് ചെയ്തത് ഞാനാണ്. എന്നിട്ട് കിട്ടിയില്ലേ? ഇല്ല. കാരണം ഞങ്ങളുടെ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവൾക്ക് സ്വീകാര്യമായിരുന്നില്ല. ഒരു ബോണ്ട് വയ്ക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതിന് അവൾ തയ്യാറായില്ല. ജയരാമൻ പറഞ്ഞു. നിങ്ങൾക്ക് അവളോട് വിരോധം തോന്നാൻ അപ്പോൾ കാരണമുണ്ട്. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ജഹാംഗീർ അത് പറഞ്ഞത്. ഇല്ല സർ, സിതാര എനിക്ക് മകളെപ്പോലെയായിരുന്നു. എ സ്മാർട്ട് ഗേൾ ആൻഡ് ബ്രില്യൻറ്റ്. ജീവിച്ചിരുന്നെങ്കിൽ അവൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അവളെ നിങ്ങൾക്ക് പരിചയം അല്ലേ? ജഹാംഗീർ ചോദിച്ചു. അതെ സർ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സർ. നിങ്ങളുടെ കമ്പനിയിൽ മുരളി ഭാസ്കർ എന്ന പേരുള്ള ഒരു പർച്ചേസ് മാനേജറില്ലേ? പെട്ടെന്നാണ് ആ ചോദ്യം വന്നത്. ജയരാമൻ വീണ്ടും വിളറി. യെസ് സർ. അയാൾക്ക് വേണ്ടി നിങ്ങൾ സിതാരയെ കല്യാണം ആലോചിച്ചോ? ഉവ്വ്.
പിന്നെന്താ വേറൊന്നും പറയാനില്ലെന്ന് കുറച്ചു മുൻപ് നിങ്ങൾ അടിവരയിട്ടത്? ഓർത്തില്ല സാർ. ദുർബലമായി ജയരാമൻ്റെ സ്വരം. ഓക്കെ, എന്തുകൊണ്ടാണ് ആ ആലോചന അലസിപ്പോയത്? അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പരാജയം. അവളോട് വിരോധം തോന്നാൻ ഒരു കാരണം കൂടി. ഇല്ല സാർ, എനിക്കവളോട് ഒരു വിരോധവുമില്ലായിരുന്നു. അവൾക്ക് വേറൊരാളെ ഇഷ്ടമായിരുന്നു എന്ന് പിന്നീടാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ ആലോചനയുമായി പോകത്തില്ലായിരുന്നു. പെട്ടെന്ന് അയാൾ ന്യായീകരിച്ചു. ആരുമായിട്ടായിരുന്നു സിതാരയുടെ അടുപ്പം? മൈസ്കർ മിൽസിലെ അഡ്മിനിസ്ട്രേഷൻ മാനേജർ രാജീവ് മേനോനുമായിട്ട്. രാജീവുമായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട് സാർ. രാജീവ് എനിക്ക് മകനെ പോലെയാണ്. ജഹാംഗീർ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം നിങ്ങൾക്ക് മകനെപ്പോലെയും മകളെപ്പോലെയുമാണോ? അങ്ങനല്ല സാർ ഞാൻ പറഞ്ഞത്. രാജീവിനെ എനിക്ക് അടുത്തറിയാം. ഞങ്ങളുടെ കമ്പനിക്ക് മൈസ്കർ മിൽസുമായി നല്ല ബന്ധമുണ്ട്. അങ്ങനെ അവനെ എനിക്ക് നല്ല പരിചയമുണ്ട്. സിതാരയെ കാണാതായ ദിവസം വൈകുന്നേരം നിങ്ങൾ മൈസ്കർ മിൽസിൽ പോയിരുന്നോ? ഉവ്വ്. ബിസിനസ് ആവശ്യത്തിനു വേണ്ടി മാനേജർ വേണുഗോപാലിനെ കാണണമായിരുന്നു, ജയരാമൻ പറഞ്ഞു. അന്ന് രാജീവിൻ്റെ മുറിയിലും പോയിരുന്നു? യെസ്. എന്തിന്? അവിടെ എപ്പോൾ പോയാലും ഞാൻ രാജീവിനെ കാണാറുണ്ട്. അന്ന് രാജീവുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വേണുഗോപാൽ അയാളെ വിളിപ്പിച്ചു. മൊബൈൽ മേശപ്പുറത്ത് വെച്ചിട്ടാണ് അയാൾ പോയത്. ഓർക്കുന്നില്ല സർ. നിങ്ങൾ ആ മൊബൈൽ എടുത്ത് സിതാരയുടെ നമ്പറിലേക്ക് ഒരു SMS അയച്ചു. ഒരു അർജന്റ് മീറ്റിംഗിലാണെന്നും പകരം ഓഫീസിലെ ഷീലയെ വിടുന്നെന്നും പച്ച സാൻഡ്രോയാണ് അവളുടെ വണ്ടിയെന്നും. ഇല്ല സാർ, ഞാനങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ല. സത്യമാണ് സാർ. ഇരു കൈകളും ഉയർത്തിയാണ് ജയരാമൻ സ്വയം പ്രതിരോധിച്ചത്. പിന്നെ ആരാണ് അയച്ചത്? എനിക്കറിയില്ല. മെസ്സേജ് പോയ സമയത്ത് രാജീവിൻ്റെ റൂമിൽ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല സാർ, ഞാൻ അയാളുടെ മൊബൈൽ കണ്ടതേയില്ല. അയാളുടെ മേശപ്പുറത്ത് ടൈം വീക്കിലി ഉണ്ടായിരുന്നു. അത് മറിച്ചു നോക്കിയിരുന്നതേയുള്ളൂ ഞാൻ. മൊബൈൽ മേശപ്പുറത്ത് വെച്ചു എന്ന് പറയുന്നത് സാർ വിശ്വസിക്കുന്നുണ്ടോ? സിതാരയുടെ കോൾ ഏതു നിമിഷവും പ്രതീക്ഷിക്കുന്ന അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ജയരാമൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ജഹാംഗീറിന് തോന്നി. രാജീവ് പറഞ്ഞതൊക്കെ സർ വെള്ളം തൊടാതെ വിഴുങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അയാളുടെ മൊബൈലിൽ നിന്ന് പോയ മെസ്സേജ് അയാളല്ലാതെ വേറാരും ആയിരിക്കില്ല അയച്ചത്. ജഹാംഗീർ ആശയക്കുഴപ്പത്തിലായി. പോകാനായി അയാൾ എഴുന്നേറ്റു. മിസ്റ്റർ ജയരാമൻ, തൽക്കാലം ഞാൻ പോകുന്നു. പക്ഷേ നിങ്ങൾ സംശയത്തിൻ്റെ നിഴലിലാണ്. ഞാൻ ഇനിയും ചിലപ്പോൾ വരും. അത് നിങ്ങളെ കൊണ്ടുപോകാനായിരിക്കും. ജയരാമനെ ഒന്ന് നോക്കിയിട്ട് ജഹാംഗീർ ഇറങ്ങിപ്പോയി. തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നു. ജയരാമൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ജീപ്പ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയപ്പോൾ അയാൾ ഫോണെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. താര മാധവിൻ്റെ നമ്പറായിരുന്നു അത്. എന്താ ജയരാമൻ? അവൾ ചോദിച്ചു. ആ ഇൻസ്പെക്ടർ ജഹാംഗീർ വന്നിരുന്നു. ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്തോ സംശയം തട്ടിയിട്ടുണ്ട്. എന്നെ നിർത്തിപ്പൊരിച്ച പോയത്. അയാൾ എല്ലാം വിശദമായി താരാമാധവിനോട് പറഞ്ഞു. സാരമില്ല, ഒരു പോലീസും നിങ്ങളെ തൊടില്ല. അതോർത്ത് വേവലാതി വേണ്ട. ധൈര്യമായിരിക്കുക. ജയരാമന് അപ്പോഴാണ് മനസ്സമാധാനം അനുഭവപ്പെട്ടത്. പക്ഷേ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. ജഹാംഗീർ അത്ര മണ്ടനൊന്നുമല്ല. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ അയാൾ അതിൽ പിടിച്ചു കയറും. താര മുന്നറിയിപ്പ് കൊടുത്തു. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അയാളുടെ ഓരോ ചോദ്യവും എന്നെ വെള്ളം കുടിപ്പിച്ചു. കസ്തൂരിയെ വിളിക്കണം, ഡയാനയെയും. ഒരു കാരണവശാലും അവരെ കാണാൻ ജഹാംഗീറിന് അവസരമുണ്ടാകരുത്. അവരുടെ നാവിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വീണുപോയാൽ. അതോർത്ത് പേടിക്കണ്ട, ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചോളാം. താരാമാധവ് ഫോൺ വെച്ചു. ആദ്യം വിളിക്കേണ്ടത് കസ്തൂരിയെയാണ്. അവളാണല്ലോ ഷീലയെന്ന പേരിൽ സിതാരയെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അയാൾ അപ്പോൾ തന്നെ കസ്തൂരിയെ വിളിച്ചു. പെട്ടെന്നവൾ ഫോണെടുത്തു. എന്താ സാർ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. അർജൻറ്റാണ്. എവിടെയാണ് നീ ഇപ്പോൾ? ഹോസ്റ്റലിലാണ്. 30 വയസ്സ് കഴിഞ്ഞു കസ്തൂരിക്ക്. കല്യാണം കഴിച്ചിട്ടില്ല. നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാമോ? ഞാനിപ്പോൾ വീട്ടിലാണ്. വരാം സാർ. ഫിനാൻസ് മാനേജർ ദേവദാസ് പണിക്കരുടെ സെക്രട്ടറിയാണ് കസ്തൂരി. അതിനു മുൻപ് ജയരാമൻ്റെ സെക്രട്ടറിയായിരുന്നു. ഇപ്പോഴും അവൾക്ക് അടുപ്പം കൂടുതലും ജയരാമനോടാണ്. മരിക്കാൻ പറഞ്ഞാൽ അവൾ മരിക്കും. നിനക്ക് ഇന്ന് തിരിച്ചു പോകണമെന്നുണ്ടോ? അയാൾ പെട്ടെന്ന് ചോദിച്ചു. അത് വേണോ? കൃഷ്ണേട്ടൻ അവിടില്ലേ? എപ്പോഴെങ്കിലും മോളുടെ ചെവിയിലെത്തിയാൽ. മോൾ ഡൽഹിക്ക് പോയി. കൃഷ്ണേട്ടൻ്റെ കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ ഞാനിന്ന് വരാം. ജയരാമൻ ഫോൺ വെച്ചു. ഗുരുവായൂർക്കൊന്ന് പോകണമെന്ന് കുറേ ദിവസമായി കൃഷ്ണേട്ടൻ പറയുന്നു. ഇന്ന് പോയിക്കോട്ടെ. അയാൾ കൃഷ്ണേട്ടൻ്റെ മുറിയിലേക്ക് ചെന്നു. കുളി കഴിഞ്ഞ് മുടി ചീകുകയായിരുന്നു അയാൾ. കൃഷ്ണേട്ട, നാളെ ഗുരുവായൂരിൽ ഏകാദശിയാണ്. അയാൾ ആശ്ചര്യത്തോടെ ജയരാമനെ നോക്കി. ഉവ്വ്.
കൃഷ്ണേട്ടൻ ഇപ്പോൾ തന്നെ പോയിക്കോ, ഇനി നീട്ടിവെക്കണ്ട. അയാൾക്ക് സന്തോഷമായി. 10 മിനിറ്റ് വേണ്ടായിരുന്നു അയാൾക്ക് റെഡിയാകാൻ. ബാഗുമെടുത്ത് അയാൾ യാത്ര പറഞ്ഞു പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഗേറ്റിന് വെളിയിൽ വന്നു നിന്നു. കസ്തൂരിയാണ് അതിൽ നിന്നിറങ്ങിയത്. നല്ല ഉയരവും വെളുത്ത നിറവും ധാരാളം മുടിയുമുള്ള യുവതിയായിരുന്നു അവൾ. സാരിയായിരുന്നു അവളുടെ വേഷം. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ജയരാമൻ വന്ന് വാതിൽ തുറന്നു. വെൽക്കം മിസ് കസ്തൂരി അയ്യർ. അവൾ പുഞ്ചിരിച്ചു. അരയിൽ ചുറ്റിപ്പിടിച്ച് അയാൾ അവളെ മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. ജോൺ നെല്ലുവേലിയും ജെയിംസും രാജീവിൻ്റെ ഫ്ലാറ്റിൽ ഒത്തുകൂടി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മേജർ ജയരാമനാണ് ഇക്കാര്യത്തിൽ പ്രൈം സസ്പെക്ട്. ജോൺ പറഞ്ഞു. അതെ, അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അയാൾ മാത്രമേ ആ നേരത്ത് എൻ്റെ റൂമിലുണ്ടായിരുന്നുള്ളൂ. സിത്താര എന്നെ വിളിച്ചു കാണും. അത് കണ്ടിട്ട് അയാൾ മെസ്സേജ് അയച്ചു കാണും. രാജീവിന് ഒരു സംശയവുമില്ലായിരുന്നു. പക്ഷേ ഇൻസ്പെക്ടർ ചെന്ന് ചോദിച്ചിട്ട് അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ജെയിംസ് കുണ്ഠിതപ്പെട്ടു. ചോദ്യം ചെയ്യേണ്ടത് വാക്കുകൊണ്ടല്ല, കുനിച്ചു നിർത്തി 4 ഇടി ഇടിക്കണം. അല്ലെങ്കിൽ അടിനാഭിക്കിട്ട് നല്ല തൊഴിതൊഴിക്കണം. ജയരാമൻ തത്ത പറയുന്ന പോലെ പറയും. ജോൺ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം സംശയമില്ലാതെ തെളിഞ്ഞു കഴിഞ്ഞു. ആരോ സിത്താരയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാണ്. പച്ച സാൻഡ്രോയിൽ വിളിക്കാൻ ചെന്ന ആ സ്ത്രീയെ സിത്താരയ്ക്ക് മുൻപരിചയം കാണില്ല. അതുകൊണ്ടാണല്ലോ കാറിൻ്റെ പേരും നിറവും അറിയിച്ചത്. ജെയിംസ് പറഞ്ഞു. അതെ, അത് ബുദ്ധിപൂർവ്വം നടത്തിയ കിഡ്നാപ്പിംഗ് ആയിരുന്നു. പക്ഷേ ജയരാമൻ എന്തിനത് ചെയ്യണം? അത്രയ്ക്ക് ശത്രുതയൊന്നും അവളോട് അയാൾക്കില്ലായിരുന്നല്ലോ. രാജീവ് സങ്കടപ്പെട്ടു. വേറെ ആർക്കെങ്കിലും വേണ്ടി അയാൾ ചെയ്തതാണെങ്കിലോ? ജോൺ സംശയം ചോദിച്ചു. ഒരു പുക കൂടി എടുത്തിട്ട് അയാൾ സിഗരറ്റ് ഉപേക്ഷിച്ചു. എന്തായാലും എൻ്റെ ശത്രു ഇനി ജയരാമനാണ്. ഇതിന് പകരം വീട്ടാതെ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല, രാജീവ് പറഞ്ഞു. വേണ്ടതൊക്കെ പോലീസ് ചെയ്തോളും. തൻ്റെ മനസ്സിൽ അനാവശ്യ ചിന്തകളൊന്നും വേണ്ട. എന്തായാലും പോലീസ് കേസിൽ നിന്ന് താൻ ഒഴിവായി കിട്ടിയല്ലോ. 1 മാസത്തെ ലീവ് എടുത്ത് ഒരു വെക്കേഷന് പോ. അല്ലെങ്കിൽ മുംബൈയിലേക്ക് ചെല്ല്. അവിടെ ഡാഡിയും മമ്മിയും ഉണ്ടല്ലോ, ജോൺ ഉപദേശിച്ചു. രാജീവിനെ പ്രതിയാക്കണമെന്ന് ഇൻസ്പെക്ടർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ കമ്മീഷണറാണ് സഹായിച്ചത്, ജെയിംസ് പറഞ്ഞു. ജഹാംഗീറിനെ അക്കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല ജെയിംസേ. അയാളുടെ സ്ഥാനത്ത് നമ്മളായാലും അങ്ങനെ ചിന്തിക്കൂ. പക്ഷേ ദിലീപ് വർമ്മ IPSന് കുറച്ചുകൂടെ യുക്തിപൂർവ്വം ചിന്തിക്കാൻ കഴിയും. കല്യാണം കഴിക്കാൻ വേണ്ടി മോതിരമിട്ട പെണ്ണിനെ ഒരു പുരുഷനും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയില്ലെന്ന് അയാൾക്കറിയാം. രാജീവ് മെല്ലെ എഴുന്നേറ്റു. ശരീരം മുഴുവൻ നുറുങ്ങുന്ന വേദനയുണ്ടായിരുന്നു അയാൾക്ക്. കണ്ണിന് ചുവട്ടിലെ കരുവാളിപ്പ് മാറിയിരുന്നില്ല. എനിക്ക് സിത്താരയുടെ അമ്മയെ ഒന്ന് കാണണം. അങ്ങോട്ട് പോവുക ഞാൻ, അയാൾ പറഞ്ഞു. തനിച്ചു വണ്ടി ഓടിക്കാനുള്ള അവസ്ഥയിലല്ല താൻ. ഞങ്ങളും വരാം. ജോണും എഴുന്നേറ്റു. രാജീവ് ചൂടുവെള്ളത്തിൽ കുളിച്ചു. പിന്നെ ഡ്രസ്സ് ചെയ്തു. ബെഡ്റൂമിൽ സ്റ്റീൽ ഫ്രെയിമിട്ട സിത്താരയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അറിയാതെ അയാളുടെ കണ്ണുകൾ നനഞ്ഞു. സിത്താര അപ്പോഴും ഫോട്ടോയിലിരുന്ന് അയാളെ നോക്കി മന്ദഹസിച്ചു. ജോണിൻ്റെ കാറിലാണ് അവർ സിത്താരയുടെ വീട്ടിലേക്ക് പോയത്. രാജീവിനെ കണ്ട് പെട്ടെന്ന് സാവിത്രി ഓടിവന്ന് കോപത്തോടെ അയാളുടെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചലറി. എന്തിനാടാ നീ എൻ്റെ മോളെ കൊന്നത്? നിന്നെ സ്നേഹിച്ചതല്ലാതെ വേറെന്ത് തെറ്റ് ചെയ്തു അവൾ? എനിക്ക് നിന്നെ കാണണ്ട, കടന്നുപോ എൻ്റെ മുമ്പിന്ന്. അവർ അയാളെ പിടിച്ച് പിന്നിലേക്ക് തള്ളി. അമ്മേ, എന്താണിത്? എന്താ ഈ പറയുന്നത്? ഞെട്ടലോടെ രാജീവ് ചോദിച്ചു. നീ ഒന്നും പറയണ്ട, ഒന്നും എനിക്ക് കേൾക്കണ്ട, പോ. സാവിത്രി അക്രമാസക്തിയാവുകയായിരുന്നു. ജോണും ജെയിംസും കൂടി അവരുടെ 2 കൈകളിലും ബലമായി പിടിച്ചു. അമ്മ കാര്യമറിയാതെ ഒന്നും പറയാതെ. രാജീവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ജോൺ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ആരും എന്നോടൊന്നും പറയണ്ട, എനിക്കാരെയും കാണണ്ട, സാവിത്രി ഉച്ചത്തിൽ നിലവിളിച്ചു. വിളറിയ മുഖത്തോടെ രാജീവ് നിന്നു. താൻ ചെന്ന് വണ്ടിയിലിരിക്കുക, ജോൺ നിർദ്ദേശിച്ചു. രാജീവ് മെല്ലെ മുറ്റത്തേക്കിറങ്ങി കാറിൽ കയറിയിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ജോണും ജെയിംസും വന്നത്. രാവിലെ ജയരാമൻ വന്നിരുന്നു. അയാൾ വിഷം കുത്തിവെച്ചിട്ടാണ് പോയത്. സാരമില്ല, സൗകര്യം പോലെ നമുക്ക് വീണ്ടും വരാം. തൽക്കാലം താൻ അമ്മയെ കാണണ്ട, ക്ഷോഭമൊക്കെ ഒന്നടങ്ങട്ടെ. രാജീവ് ഒന്നും മിണ്ടിയില്ല. അയാളുടെ മനസ്സ് വല്ലാതെ കലങ്ങിപ്പോയിരുന്നു. രാജീവിനെ അയാളുടെ ഫ്ലാറ്റിൽ കൊണ്ടുചെന്നാക്കിയിട്ടാണ് ജോണും ജെയിംസും പോയത്. കമ്മീഷണർ ദിലീപ് വർമ്മ ഫോണിൽ 10 മിനിറ്റോളം ഇൻസ്പെക്ടർ ജഹാംഗീറിനോട് സംസാരിച്ചു. യെസ് സാർ, ഐ വിൽ ഡു ദാറ്റ്. അയാൾ റിസീവർ വെച്ചു. പച്ച സാൻഡ്രോ കാർ. കൊച്ചി നഗരത്തിൽ എത്ര സാൻഡ്രോ കാറുകൾ കാണും? കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല.
എങ്കിലും നോക്കാം. ഒരുപക്ഷെ ആ കാർ കൊച്ചിയിലെ കാർ അല്ലെങ്കിലോ, അല്ലെങ്കിൽ നഗരം വിട്ടു പോയിട്ടുണ്ടെങ്കിലോ. ഉച്ച കഴിഞ്ഞ് പനമ്പള്ളി നഗറിൽ നിന്ന് മനോരമ ജംഗ്ഷനിൽ വന്നപ്പോഴാണ് ഒരു പച്ച സാൻഡ്രോ കാർ വൈറ്റിലയിൽ നിന്ന് വന്ന് ഇടത്തോട്ട് തിരിയുന്നത് ജഹാംഗീർ കണ്ടത്. അയാൾ പെട്ടെന്ന് കൈകാട്ടി വണ്ടി നിർത്തിച്ചു. ഡ്രൈവറുടെ സീറ്റിനടുത്തുള്ള ഗ്ലാസ് പെട്ടെന്ന് താഴ്ന്നു. ക്രിസ്റ്റിയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ലൈസൻസ് എടുക്ക്, ജഹാംഗീർ ആവശ്യപ്പെട്ടു. ഇടതുവശത്തിരുന്ന ഡയാന ഇൻസ്പെക്ടർ ജഹാംഗീറിനെ കണ്ട് ഞെട്ടി. അവളുടെ മുഖത്തു നിന്നും രക്തം വാർന്നു പോകുന്നതും ജഹാംഗീർ കണ്ടു. അധ്യായം 17. കാറിൻ്റെ ഡാഷ്ബോർഡ് തുറന്ന് അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പോളിത്തീൻ കവറെടുത്തുകൊണ്ട് ക്രിസ്റ്റി പുറത്തേക്കിറങ്ങി. ഫുട്പാത്തിൽ കാത്തു നിൽക്കുകയായിരുന്നു ജഹാംഗീർ. അയാളുടെ കണ്ണുകൾ കാറിലിരുന്ന ഡയാനയെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സർ, കവറിനുള്ളിൽ നിന്നെടുത്ത കടലാസുകൾ ജഹാംഗീറിന് ക്രിസ്റ്റി നീട്ടി. ലൈസൻസ്, RC ബുക്ക്, ഇൻഷുറൻസ്, ടാക്സ് രസീത് എന്നിവയുടെ അറ്റസ്റ്റ് ചെയ്ത കോപ്പികളായിരുന്നു അവ. ജഹാംഗീർ അത് വാങ്ങി വായിച്ചു. ക്രിസ്റ്റി ഫെർണാണ്ടസ്, നിങ്ങളെവിടെയാണ് താമസിക്കുന്നത്? വൈറ്റിലെയാണ് സർ, ബൈപ്പാസിലുള്ള ഹോളിവുഡ് അപ്പാർട്ട്മെൻറ്റ്സിൽ. ആത്മവിശ്വാസത്തോടെയാണ് ക്രിസ്റ്റി അത് പറഞ്ഞത്. അയാൾക്ക് ഒരു ഭയവും തോന്നിയില്ല. പേപ്പേഴ്സ് എല്ലാം ഓക്കെയാണ്. പോലീസ് വെറുതെ ഒരു പരിശോധന നടത്തുന്നു, അത്രയുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ജോലി? ഹരിയാനയിലുള്ള ഒരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. ക്രിസ്റ്റി പോക്കറ്റിൽ നിന്ന് വിസിറ്റിംഗ് കാർഡ് എടുത്ത് ജഹാംഗീറിന് കൊടുത്തു. അപ്പോഴും കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ മുഖം കുനിച്ച് ഇരിക്കുകയായിരുന്നു ഡയാന. ജീൻസും ഷർട്ടുമായിരുന്നു അവളുടെ വേഷം. കൂടെയുള്ളത് നിങ്ങളുടെ ആരാണ്? വൈഫാണ് സർ. അപ്പോഴാണ് ക്രിസ്റ്റിയുടെ മനസ്സിൽ സംശയത്തിൻ്റെ ആദ്യത്തെ നിഴൽ വീണത്. സാധാരണഗതിയിൽ ഇൻസ്പെക്ടർ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. പേപ്പറുകൾ ഓക്കെയാണെന്ന് കാണുമ്പോൾ പോകാൻ അനുവാദം കിട്ടേണ്ടതാണ്. പക്ഷേ ഇനിയിപ്പോൾ. ഡയാന, ഇറങ്ങിവാ, ക്രിസ്റ്റി ആവശ്യപ്പെട്ടു. അവൾ ഡോർ തുറന്ന് മെല്ലെ പുറത്തേക്കിറങ്ങി. ജഹാംഗീർ അവളുടെ മുഖത്തേക്ക് ഒന്ന് തറപ്പിച്ചു നോക്കി. അവളുടെ മുഖം വിളറി. എന്താണ് നിങ്ങളുടെ പേര്? ഡയാന. ഡയാന ക്രിസ്റ്റി ഫെർണാണ്ടസ്. നിങ്ങൾക്ക് ഷീല എന്നു പേരില്ലേ? ഇല്ല സർ. ആരും നിങ്ങളെ ഷീലയെന്ന് വിളിക്കാറില്ലേ? ഇല്ല. പെട്ടെന്ന് ക്രിസ്റ്റിയുടെ മുഖം ഗൗരവം നിറഞ്ഞു. സർ, ഈ ചോദ്യം ചെയ്യലിൻ്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് പോകാൻ തിടുക്കമുണ്ട്, അയാൾ പറഞ്ഞു. ഇതൊരു റുട്ടീൻ ചെക്കിംഗ് അല്ല മിസ്റ്റർ ക്രിസ്റ്റി. കഴിഞ്ഞ 17-ാം തീയതി ഈ സിറ്റിയിൽ വെച്ച് ഒരു പച്ച സാൻഡ്രോ കാറിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആരോ കൊലപ്പെടുത്തി. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ. നിങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ടെങ്കിൽ പോകാം. പക്ഷേ നാളെ രാവിലെ 10 മണിക്ക് വൈഫുമൊത്ത് ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഹാജരാകണം. പെട്ടെന്ന് ക്രിസ്റ്റിയുടെ തൊണ്ട വരണ്ടു. ഇല്ല, സാറിന് അറിയാനുള്ളത് ചോദിക്കാം. ഡയാന വർക്ക് ചെയ്യുന്നുണ്ടോ? ജഹാംഗീർ വീണ്ടും അവളെ അഭിമുഖീകരിച്ചു. ഉവ്. എവിടെ? ഇൻഡോ അമേരിക്കൻ സൊല്യൂഷൻസ് എന്ന. അത് പൂർത്തിയാക്കാൻ ജഹാംഗീർ സമ്മതിച്ചില്ല. മേജർ ജയരാമൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ. യെസ്. ജഹാംഗീറിൻ്റെ കണ്ണുകൾ ഒന്ന് ഇടുങ്ങി. മൈസ്കർ മിൽസിൽ വർക്ക് ചെയ്യുന്ന രാജീവ് മേനോനെ ഡയാനയ്ക്ക് പരിചയമുണ്ടോ? ഇല്ല സർ, ഡയാന പറഞ്ഞു. അയാളെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇല്ല. വാർണർ ടെക്നോളജീസിൽ വർക്ക് ചെയ്തിരുന്ന മിസ് സിതാര യതീന്ദ്രനെ പരിചയമുണ്ടായിരുന്നോ ഡയാനയ്ക്ക്? ഇല്ല. ജഹാംഗീർ ഒരു നിമിഷം നിശബ്ദനായിരുന്ന് ആലോചിച്ചു. കഴിഞ്ഞ 17-ാം തീയതി ക്രിസ്റ്റി സ്ഥലത്തുണ്ടായിരുന്നോ? പിന്നെ അയാൾ ചോദിച്ചു. ക്രിസ്റ്റി വേഗം പോക്കറ്റിൽ നിന്ന് ചെറിയ ഒരു ഡയറി എടുത്ത് പരിശോധിച്ചു. ഞാനന്ന് ബാംഗ്ലൂരിലായിരുന്നു സർ. ഡയാനയോ? ഞാനന്ന് ഓഫീസിലുണ്ടായിരുന്നു, അവൾ പറഞ്ഞു. എത്ര മണിക്ക് വീട്ടിലെത്തി? 5:30. 5:30 വരെ ഈ കാർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവൾ ഒന്ന് പതറി. ഉവ്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ 2 പേർക്കും പോകാം. പക്ഷേ ഇപ്പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ യു വിൽ ഹാവ് ടു ആൻസർ മോർ ക്വസ്റ്റ്യൻസ്. യെസ് സർ. ആ പച്ച സാൻഡ്രോ കാർ വീണ്ടും ട്രാഫിക്കിൻ്റെ ഒഴുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് നോക്കി ഇൻസ്പെക്ടർ ജഹാംഗീർ നിന്നു. പിന്നെ ക്രിസ്റ്റി ഫെർണാണ്ടസിൻ്റെ വിസിറ്റിംഗ് കാർഡ് ഭദ്രമായി പോക്കറ്റിൽ വെച്ചു. ഫ്ളാറ്റിലെ താമസക്കാരുടെ കാറുകളുടെ വരവിൻ്റെയും പോക്കിൻ്റെയും സമയം ഹോളിവുഡ് അപ്പാർട്ട്മെൻറ്റ്സിലെ സെക്യൂരിറ്റി സ്റ്റാഫ് ഒരു രജിസ്റ്ററിൽ കുറിച്ചു വയ്ക്കാറുണ്ടെങ്കിലോ? അന്വേഷിക്കണം. രാജീവ് രാവിലെ ഷേവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മൊബൈൽ ബെല്ലടിച്ചത്. ബാത്റൂമിൽ നിന്നിറങ്ങി അയാൾ ചെന്ന് ഫോൺ എടുത്തു നോക്കി. താര മാധവായിരുന്നു വിളിച്ചത്. അയാൾ ഒന്ന് സംശയിച്ചു. ഇത്ര രാവിലെ ആ സ്ത്രീയോട് സംസാരിക്കാൻ അയാൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ് രാജീവ്. ഞാൻ ഡിസ്റ്റർബൻസ് ആയോ? ക്ഷമാപണം പോലെ അവർ ചോദിച്ചു. ഒരിക്കലുമല്ല.
ഞാനിവിടെ വെറുതെ. സിത്താരയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണല്ലേ? ക്വൈറ്റ് നാച്ചുറൽ. രാജീവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എപ്പോഴേ എനിക്ക് ഭ്രാന്ത് പിടിച്ചേനെ. നമ്മൾ സ്നേഹിച്ച ഒരാൾ, കൈപിടിച്ച് ജീവിതത്തിലേക്ക് ആനയിക്കാൻ ആഗ്രഹിച്ച ഒരാൾ ഇത്ര ദാരുണമായിട്ട്. ദുസ്സഹമായിരുന്നു രാജീവിന് ആ വാക്കുകൾ. രാജീവിൻ്റെ ഹൃദയത്തിലുണ്ടായ മുറിവ് ഞാൻ മാന്തിപ്പൊളിക്കുകയാണെന്ന് വിചാരിക്കരുത്. വിവരമറിഞ്ഞപ്പോൾ വന്നു കാണണമെന്നും ആശ്വസിപ്പിക്കണമെന്നും ആഗ്രഹിച്ചതാണ്. പക്ഷേ കൂട്ടത്തിലൊരാളായിട്ട് അങ്ങനെ വേണ്ടെന്ന് വെച്ചു. അയാൾ ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ ഓഫീസിൽ പോകുന്നുണ്ട് അല്ലേ? ഒടുവിൽ അവർ ചോദിച്ചു. ഉണ്ട്. നന്നായി. ഒന്നും ചെയ്യാതെ ലീവെടുത്തിരുന്നാൽ ഓർമ്മകൾ വേട്ടയാടും. വേദനിക്കാനേ നേരം കാണൂ. ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. എന്താണ് മാഡം? അയാൾ ചോദിച്ചു. അറിയാമല്ലോ, ഗോവയിൽ എനിക്കൊരു റിസോർട്ടുണ്ട്, ഫെയറി ക്വീൻ. മറ്റന്നാൾ ഞാൻ അങ്ങോട്ട് പോകുന്നു. 3 ദിവസം അവിടെയുണ്ടാകും. ഒന്നും ചെയ്യാതെ കടലിൻ്റെ നീലിമ കണ്ട് ബാൽക്കണിയിൽ അങ്ങനെ ഇരിക്കാൻ. 3 ദിവസം ബിസിനസ്സിൽ നിന്ന് ഒരു വിടുതൽ. എന്തിനാണ് താരാമാധവ് അതൊക്കെ പറയുന്നതെന്ന് രാജീവിന് മനസ്സിലായില്ല. അയാൾ ക്ഷമയോടെ കാത്തു. തൊട്ടടുത്ത സ്യൂട്ട് ഞാൻ രാജീവിന് വേണ്ടി റിസർവ് ചെയ്യട്ടെ? ഓഫീസിൽ നിന്ന് ഒരു ഷോർട്ട് ബ്രേക്ക് രാജീവും അർഹിക്കുന്നു. എൻ്റെ ഗസ്റ്റായിട്ട് 3 ദിവസം വേണമെന്ന് തോന്നിയാൽ അതിലേറെ. എന്തു പറയുന്നു? പതിഞ്ഞ സ്വരത്തിലാണ് താര സംസാരിച്ചത്. അയാൾക്ക് അത്ഭുതം തോന്നി. ഇതുവരെ ഇങ്ങനെയൊന്നും താരാമാധവ് പറഞ്ഞിട്ടില്ല. വെറും സൗഹൃദത്തിൻ്റെ പേരിലുള്ള ക്ഷണമാണോ ഇത്? അതോ അവർക്ക് എന്തെങ്കിലും ബിസിനസ് നേട്ടത്തിനു വേണ്ടി വച്ചു നീട്ടുന്ന ഔദാര്യമാണോ? സോറി മാഡം, ഒരു ഔട്ടിങ്ങിന് പോകാനുള്ള മാനസികാവസ്ഥ എനിക്കിപ്പോൾ ഇല്ല. സിതാരയുടെ വേർപാടേൽപ്പിച്ച മുറിവുണങ്ങാതെ ഒന്നും എന്നെ സന്തോഷിപ്പിക്കുകയില്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുമുണ്ട്. പക്ഷേ എൻ്റെയൊരു സ്വാർത്ഥത കാരണമാണ് രാജീവിനെ ഞാൻ ക്ഷണിച്ചത്. രാജീവിൻ്റെ സംസാരവും പെരുമാറ്റവും ആത്മാർത്ഥതയുമൊക്കെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഉല്ലാസവേളയിൽ നിങ്ങളൊരു നല്ല കമ്പാനിയനായിരിക്കുമെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇപ്പോൾ മറുപടിയൊന്നും പറയണ്ട. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിക്കാം. താരാമാധവ് ഫോൺ വെച്ചു. രാജീവിന് ഒന്നും മനസ്സിലായില്ല. വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപയാണ് താരാമാധവ്. അവിവാഹിത, ചെറുപ്പക്കാരി, സുന്ദരി. അത്ര വലുതല്ലാത്ത ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ മാനേജരായ രാജീവ് മേനോനെ പോലെയുള്ള ഒരാളോട് കൂട്ടുകൂടേണ്ട ഒരു കാര്യവുമില്ല അവർക്ക്. പിന്നെന്തിന്? താരാമാധവിനോട് തനിക്കൊരു കടപ്പാടുണ്ട്. അവരെ ഒരിക്കൽ വിളിച്ചപ്പോൾ നമ്പർ തെറ്റിയാണ് ആ കോൾ സിതാരയ്ക്ക് പോയത്. സിതാരയെ പരിചയപ്പെടാൻ കാരണം താരാമാധവാണ്. രാജീവ് ഒന്ന് നെടുവേർപ്പെട്ടു. ഷേവ് ചെയ്ത് കുളിച്ച് വേഷം മാറിയപ്പോൾ 8:30 പല ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് സ്വയം തയ്യാറാക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഒന്നിനും വയ്യ. കാറെടുത്ത് അയാൾ ഓഫീസിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പോൾ ബോൺ ഡിറ്റക്റ്റീവ് ഏജൻസിയിലെ റാം മോഹൻ അവിടെയുണ്ടായിരുന്നു. ഹായ് രാജീവ്, ഇവിടെ ഇരിക്കാം. രാജീവിനെ കണ്ട് അയാൾ കൈകൾ ഉയർത്തി വിളിച്ചു. രാവിലത്തെ ഭക്ഷണം ഇവിടെയാണോ? മേശയുടെ എതിർവശത്തിരുന്നു കൊണ്ട് രാജീവ് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. ഡെലിവറിക്ക് വൈഫ് നാട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് പോകുന്ന വഴി കാണുന്ന ഹോട്ടലുകളിലാണ് ഭക്ഷണം. നെയ്റോസ്റ്റിനും കാപ്പിക്കും രാജീവ് ഓർഡർ കൊടുത്തു. ഞാനിന്ന് രാജീവിനെ വിളിക്കുമായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞങ്ങളുടെ ഏജൻസിയുടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. ഇനി മുൻപോട്ട് പോകാൻ പഴുതുകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണോ പറയുന്നത്? രാജീവ് ചോദിച്ചു. അതെ. താങ്കളുടെ പണവും ഞങ്ങളുടെ സമയവും വെറുതെ പാഴാക്കി കളയണ്ട. രാജീവിന് വല്ലാത്ത ഖേദം തോന്നി. പോലീസ് അന്വേഷണം അതിൻ്റെ വഴിക്ക് നീങ്ങും. പക്ഷേ ഏജൻസി വഴിയുള്ള അന്വേഷണത്തിന് വേഗതയേറും. അതിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ സഹായം തേടിയത്. പക്ഷേ ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ റാം മോഹൻ? അന്ന് വൈകുന്നേരം എൻ്റെ മൊബൈലിൽ നിന്ന് ആ മെസ്സേജ് സിതാരയുടെ മൊബൈലിൽ കിട്ടിയിട്ടുണ്ട്. ഞാനല്ല അയച്ചതെങ്കിലും അങ്ങനെയൊരു സംഭവം നടന്നു. വേറെ ആർക്കെങ്കിലും മൊബൈലിൽ നിന്ന് അങ്ങനെയൊരു മെസ്സേജ് സിതാരയുടെ മൊബൈലിലേക്ക് അയക്കാൻ പറ്റുമോ? രാജീവ് ചോദിച്ചു. ഇമ്പോസിബിൾ. മാത്രമല്ല, ഞാൻ ആ നെറ്റ്വർക്കിൻ്റെ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരുന്നു. രാജീവിൻ്റെ സിം കാർഡിൽ നിന്ന് തന്നെയാണ് മെസ്സേജ് പോയിട്ടുള്ളതെന്ന് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. ചോദ്യഭാവത്തിൽ റാംമോഹൻ നോക്കി. എൻ്റെ മൊബൈലിൽ നിന്ന് മേജർ ജയരാമൻ തന്നെയാണ് ആ മെസ്സേജ് അയച്ചത്, രാജീവ് പറഞ്ഞു. പക്ഷേ അതെങ്ങനെ തെളിയിക്കാം?
മേജർ ജയരാമനെ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് ആരെയെങ്കിലും ഏർപ്പാടാക്കാമോ? അയാൾ എവിടൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു? റാംമോഹൻ അംഗീകാരത്തോടെ തലകുലുക്കി. അതൊരു നല്ല ഐഡിയയാണ്. ഈ സംഭവത്തിൽ അയാൾ പങ്കാളിയാണെങ്കിൽ അയാളെ ചിലരൊക്കെ സഹായിച്ചിട്ടുമുണ്ട്. അവരെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടാൻ അയാളെ വാച്ച് ചെയ്താൽ മതി. ഇന്ന് തന്നെ എൻ്റെ ഒരു ഡിറ്റക്റ്റീവിനെ ഞാൻ അയാളുടെ പിന്നാലെ വിടാം. പ്രതീക്ഷയോടെയാണ് രണ്ടുപേരും റെസ്റ്റോറൻറ്റിൽ നിന്ന് യാത്ര പറഞ്ഞു പിരിഞ്ഞത്. ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ചെന്നുകഴിഞ്ഞ് വിക്ടർ മാത്യുവിനെ റാംമോഹൻ വിളിപ്പിച്ചു. വെളുത്ത് പൊക്കമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു വിക്ടർ. ഏജൻസിയിലെ സമർത്ഥരായ ഡിറ്റക്റ്റീവുകളിൽ ഒരാൾ. ഇരിക്കു വിക്ടർ. അയാളിരുന്നു. മേജർ ജയരാമനെ ഡിറ്റക്റ്റീവ് വിക്ടറിന് അറിയാമല്ലോ. സിതാര മർഡർ കേസിലെ. അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. യെസ്. വിക്ടർ ഇപ്പോൾ തന്നെ റെൻ്റേ കാർ സർവീസിൽ ചെന്ന് ഒരു കാർ വാടകയ്ക്കെടുക്കുന്നു. മേജർ ജയരാമനെ ഫോളോ ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ അറിയാമല്ലോ. യെസ് സർ. ഓരോ ദിവസവും ഓരോ കാർ. മനസ്സിലായി സർ. അന്നുച്ചയ്ക്ക് ജയരാമൻ ലഞ്ച് കഴിക്കാൻ ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ ഗേറ്റിനു വെളിയിൽ അല്പം മാറി ഒരു കറുത്ത മാരുതി സെൻ റോഡരികിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജയരാമൻ്റെ കാർ ഗേറ്റ് കടന്ന് പുറത്തിറങ്ങി വലതേക്ക് തിരിഞ്ഞു. കറുത്ത സെൻ അയാളുടെ കാറിൻ്റെ പിന്നാലെ ചെന്നു. അടുത്ത ഭാഗം നാളെ.